അടുത്തിടെ പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഏറെക്കുറെ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കാണാത്ത വേറെ ഒരു ചന്ദ്ര നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ ചന്ദ്രയൊന്ന് കണ്ടിട്ട് വരാം. ഇത് ലോക അല്ലാട്ടോ, ഇതാണ് ദ്രോഹ ചാപ്റ്റർ 1 ചന്ദ്ര. ഇതാണ് നമ്മുടെ കഥയിലെ സൂപ്പർ ഹീറോ ചന്ദ്ര. എങ്കിൽ ഞങ്ങൾ പോകാതെ സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. നല്ല പയ്യന്മാരാരും മലയാള സീരിയലുകളെ കുറിച്ച് കുറ്റം പറയാറില്ല. ചന്ദ്രയുടെ സൂപ്പർ പവർ എന്താന്ന് വെച്ചാ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തെ നശിപ്പിക്കുക, മരുമകളെ ദ്രോഹിക്കുക, ഇതൊക്കെയാണ്. ആക്ച്വലി ഈ യൂണിവേഴ്സിലെ ചന്ദ്ര മരുമകളെ ദ്രോഹിക്കുന്നത് കൊണ്ടാണ് ഈ കഥയ്ക്ക് ഞാൻ ദ്രോഹ എന്ന് പേരിട്ടത്. ഇതൊക്കെ എടുത്ത് അലക്കിയിട് ഓടി. ചന്ദ്രയുടെ കഥ നടക്കുന്നത് തലയിൽ പിണ്ണാക്കുമായി നടക്കുന്ന കുറച്ച് ആൾക്കാരുള്ള ഏതോ ഒരു യൂണിവേഴ്സിലാണ്. ചന്ദ്രയുടെ ഭർത്താവാണ് ഇദ്ദേഹം, രവിയേട്ടൻ. ഇങ്ങേരാണ് ഈ കഥയിലെ മൂത്തോൻ. ലോകയിലെ മൂത്തോൻ ഒരു വടിയും പിടിച്ച് കസേരയിൽ ഇരിക്കുമ്പോ നമ്മുടെ ദ്രോഹയിലെ മൂത്തോൻ കസേരയിൽ ഇരിക്കും, പക്ഷെ കയ്യിൽ വടിയൊന്നും ഉണ്ടാവില്ല. ചന്ദ്രയെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് മൂത്തോനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇയാളെന്തോ വലിയ സംഭവമാണെന്ന്. എന്നാൽ അല്ല. ചന്ദ്ര എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അത് കുടുംബ കലഹമായിട്ട് മാറുമ്പോ മൂത്തോൻ അവിടെ എത്തി ചന്ദ്രയെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ദേ ഇതുപോലെ. എന്താ ചന്ദ്ര നീ ഇങ്ങനെ? നിന്നോട് എത്ര തവണ പറയണം ചന്ദ്രേ, മിണ്ടാതിരിക്ക ചന്ദ്രേ. ചന്ദ്ര നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ചന്ദ്രേ. ചന്ദ്രേ നീ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നണം. ഇതൊന്നും ശരിയല്ല ചന്ദ്രേ. ചന്ദ്രേ നീ കുറച്ച് ഓവർ ആയിരുന്നു ചന്ദ്രേ. സത്യം പറഞ്ഞ ഈ മൂത്തോന്റെ നട്ടലിന് കുറച്ച് ബലം വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിലവിൽ ഈ വീട്ടിലുള്ളൂ. ഒരു കസേരയിട്ട ഇരിക്കാനും, ഒരു കട്ടിലിട്ട കിടക്കാനും, ഒരു ഡൈനിങ് ടേബിൾ ഇട്ട അതിലിരുന്ന് ഉണ്ണാനും മാത്രമായി ഉണ്ടാക്കിയെടുത്ത ഒരു കഥാപാത്രമാണ് ഈ മൂത്തോൻ. എനിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നത്. ഇത് ഞാനാ ചന്ദ്ര. നീ പിശാചാ. ഒരിക്കൽ നമ്മുടെ ചന്ദ്ര നൃത്തം ചെയ്തപ്പോൾ ചന്ദ്രയുടെ കൈ ലോക്കായി. ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ചില നേരത്തെ ചന്ദ്രയുടെ ചില രൗദ്രഭാവങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ കൗമാരക്കാരിയായ ചന്ദ്രയാണ്. നിങ്ങളും മാത്രമല്ല, ഈ ലോകം തന്നെ ഈ ചന്ദ്രമതിക്ക് മുന്നില് നമിക്കും. നിലത്ത് വീണ മാങ്ങയുടെ മുകളിലൂടെ സ്കേറ്റിംഗ് ചെയ്യുന്ന ഈ ചേച്ചിയാണ് ചന്ദ്രയുടെ മരുമകൾ. ചന്ദ്രയുടെ കഥ അറിയാൻ നമുക്ക് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചന്ദ്രയുടെ കഥയൊക്കെ വളരെ സിമ്പിളാണ്. ആദ്യത്തെ ഒരാഴ്ച മരുമകളെ ഇട്ട് ദ്രോഹിക്കുന്ന കഥ കാണിക്കുമ്പോ അടുത്ത ആഴ്ച മകൻ സച്ചിയുടെ ദേഷ്യപ്പെടലുകളായിരിക്കും കഥ. ഇതൊന്നും കൂടാതെ സ്വന്തം വീടിനുള്ളിൽ ആരും അറിയാതെ നടക്കുന്ന ഉഡായിപ്പ് കേസുകൾ, വിഷുവിന് എല്ലാവരും ചേർന്ന് പടക്കം പൊട്ടിക്കുന്നത്, ഓണത്തിന് എല്ലാവരും ചേർന്ന് പൂക്കൾ ഇടുന്നത്, ക്രിസ്മസിന് എല്ലാവരും ചേർന്ന് കേക്ക് മുറിക്കുന്നത്, 4 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വിവാഹ വാർഷികം, 60ാം പിറന്നാൾ, കാർ വാങ്ങിച്ചതിന്റെ ആഘോഷം, സ്കൂട്ടി വാങ്ങിച്ചതിന്റെ ആഘോഷം, കുടുംബസമേതമുള്ള തീർത്ഥാടന യാത്രകൾ, ഉമ്മുമ്മാന്റെ 16, ഇതൊക്കെയാണ് ചന്ദ്രയുടെ കഥകൾ. ചുരുക്കം പറഞ്ഞാൽ കലണ്ടറിലെ ലീവുകൾ നോക്കിയാണ് ചന്ദ്രയുടെ ഓരോ എപ്പിസോഡിന്റെയും കഥകൾ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വിടുന്നത്. തെണ്ടിത്തരം പറയരുത്, ഇതിന് സ്ക്രിപ്റ്റ് ഒന്നുമില്ല. എന്തോ ഭാഗ്യത്തിന് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ നിറമാല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവർ എപ്പിസോഡാക്കിയിട്ട് ഇറക്കണില്ല. അല്ലെങ്കിൽ അതും കൂടി കറണ്ട് വന്നേനെ. കഥ ഇല്ലെങ്കിൽ എടുക്കണ്ട, ആരപ്പ് പറഞ്ഞതൊക്കെ എടുത്തുവിടാൻ. ചന്ദ്രയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ കഥ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാൻ പറ്റും. അത്ര സിമ്പിളാണ് അതിന്റെ കഥ. ചന്ദ്രയുടെ കഥകൾ നിങ്ങൾക്ക് ഐതിഹ്യമാലയിലൊന്നും കാണാൻ പറ്റില്ല. കാരണം അത് ഇവരുടെ ഇരിക്കല്ലേ. തന്റെ വീടിനുള്ളിൽ തന്റെ കൺമുന്നിൽ നടക്കുന്ന ഉഡായിപ്പുകൾ ഡീകോഡ് ചെയ്തെടുക്കാൻ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇനിയും ഒരു 2 വർഷം വേണ്ടിവരും. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് പേരക്കുട്ടികളൊക്കെ ജനിച്ചിട്ടുണ്ടാവും. പിന്നെ അവരുടെ നൂലുകെട്ട്, സ്കൂളിൽ പോക്ക്, പിറന്നാള്, അവരെ കൊണ്ട് അമ്പലത്തേക്ക് പോണത്, സിനിമ കാണിക്കാൻ കൊണ്ടുപോണത്. ഒരു ദിവസം ടിവിയിൽ നിന്നും ജയിലറിലെ ബീജിയം കേട്ട് അത് സിനിമയാണെങ്കിൽ കാണാലോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് നോക്കുമ്പോ ദേ നിൽക്കുന്നു നമ്മുടെ ചന്ദ്ര. അതാ ചന്ദ്രമതി. അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നതിനും മുട്ട പൊരിക്കുന്നതിനൊക്കെ അനിരുദ്ധിന്റെ BGM. എന്തോന്നടേ, നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇളയരാജയുടെ മ്യൂസിക് എടുക്ക്. അപ്പറയാ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. ശ്രുതിയുടെ അച്ഛന് ഈ കാശൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹം ചായയും ബിസ്ക്കറ്റും കഴിക്കുന്ന കാശാ ഈ 17 ലക്ഷം. അതിച്ചിരി കൂടുതലല്ലേ? ഈ ചന്ദ്രയുടെ കഥ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റണില്ല.
അപ്പോഴാണ് ഇവരൊരു യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കി വിടുന്നത്. ലോകയിലെ ചാർലിയെ പോലെ, ചാത്തനെ പോലെ നമ്മുടെ ദ്രോഹയിൽ ടീച്ചർ അമ്മ, പത്തരമാറ്റ്, അഞ്ചരമാറ്റ്, ചാനൽ മാറ്റ്, അമ്മ അറിയാണ്ട് അച്ഛൻ അറിഞ്ഞിട്ട് അപ്പൂപ്പനോട് പറയാതെ ഇവരുടെയൊക്കെ കേമിയോ റോളുകൾ വരുന്നുണ്ട്. നന്നായി, അത് നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. ഇതുപോലത്തെ 1500 ഉണക്ക സീരിയലുകൾ വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ?